ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയെ കൊണ്ടുവന്ന് ചാക്ക് കെട്ടിടുന്നത് പോലെ കട്ടിലയിലേക്ക് ഇട്ടു വിക്രം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേദ ആരാ മോള്? വേദ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ ഒച്ചത്തിൽ വരുന്നങ്ങ് വിളിച്ചു. അപ്പോഴേക്കും ശ്രീജ അമ്മയും കൂടെ വന്നു. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇത് കണ്ടോ അമ്മ, എന്നെ ചാക്ക് കെട്ട് കൊണ്ടിടുന്നത് പോലെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞു. എൻ്റെ കാല് കട്ടിലിൽ തട്ടി ഒടിഞ്ഞെന്ന് തോന്നുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ വേദ കരയുമ്പോൾ നീ ഒരു മനുഷ്യനാണോടാന്ന് അമ്മ ചോദിച്ചു. ഒരു പാവം കുട്ടിയുടെ കാല് തല്ലുപിടിക്കാൻ നോക്കിയിട്ട് നിനക്ക് മതിയായില്ലേടാ എന്നൊക്കെ ചോദിക്കും അമ്മ. അപ്പോൾ വേദ ഒരു പാവം ആയതുകൊണ്ടല്ലേ വിക്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് കാല് വയ്യ എന്നിട്ടാണോ വീണ്ടും ഇങ്ങനെ ചെയ്യുന്നതെന്ന് ശ്രീജ ചോദിക്കോ വിക്രത്തോട്. വിക്രം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ. ഇവനല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന അറിയോ? തല്ലിയും കുത്തിയാലേ ശീലമുള്ളൂ. ദുഷ്ടനാ ഇവൻ. ഒരു പാവം പെൺകുട്ടി ഇതിനകത്തിട്ട് നരകിപ്പിക്കുന്നതും പോലെ കാലും തല്ലി പിടിക്കാൻ നോക്കുന്നോടാന്ന് ചോദിച്ചു അമ്മ. ശരിയാ, കണ്ണി ചോരയില്ലാത്തവൻ തന്നെയാ. അപ്പം എൻ്റെ ശ്രീജടുത്ത് ഞാൻ നീ മിണ്ടെടുത്ത് ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയോ, അപ്പം നല്ല തല്ല് കൊടുക്കണം അമ്മയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉണ്ടല്ലോ വിക്രത്തെ അവിടെ ഇട്ട് കുനിച്ച് നിർത്തി മൂത്തികനിട്ട് ഇടിക്കുക അമ്മ. അങ്ങനെ കുറേ ഇടിയും കൊടുത്തിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി. അയ്യോ അമ്മേ എൻ്റെ നടുവേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും വേദ ഹലോ, അതെ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു. ആ സമയം ഇങ്ങനെ താങ്ങി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ, വിക്രമിന് വല്ല നേർച്ച ഉണ്ടോ എന്ന് ചോദിച്ചു. എന്താ പാവം നമ്മുടെ വിക്രമേ സ്വപ്നം കണ്ടതായിരുന്നു, വേഗം കിടത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കിട്ടിയ ആ ഒരു ഹാങ് ഓവർ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പതുക്കെ വച്ചേക്കാം എന്ന് പറഞ്ഞു പതുക്കെ കട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങ് കിടത്തി വേദയെ. അപ്പോഴത്തേക്കും വേദയ്ക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് കേട്ടോ. വേദയുടെ കാലിനെന്തോ ശരിക്കും പറ്റിയെന്ന് വിക്രത്തിന് മനസ്സിലായി. ഇനി അച്ഛൻ്റെ കൊട്ടൻ ചുക്കാത്തി തൈലം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കാലൊന്ന് മസാജ് ചെയ്ത് തരാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം നീ കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു വിക്രം നേരം വേദയോട്. എന്നും പറഞ്ഞു വേദ ഇങ്ങനെ വേദന സഹിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കിടക്കുക. വിക്രം എന്നിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ദർശൻ വക്കീലിനെ. അപ്പോൾ വക്കീലിൻ്റെ അടുത്ത് നമ്മുടെ രാധ ചെന്നു. ഞാൻ രാധ എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ നേരത്തെ കോടതിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. സാർ എന്തിനാ ആ പണം മുഴുവനായിട്ട് അടച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പണം അടച്ചു എന്ന് ആരാ പറഞ്ഞത്? പിന്നെയോ ആ പണം രാധ വീട്ടാനുള്ള കടമായി തന്നെ കരുതിയാൽ മതിയെന്നും അത്രയും കാശ് കയ്യിലാകുമ്പോൾ എന്നെ അറിയിക്കാനും അദ്ദേഹം പറയും കേട്ടോ, ആർക്കാണത് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറയാമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണെന്ന് ചോദിച്ചപ്പോൾ അതെ തൽക്കാലം ഓട്ടോ തിരിച്ചു കിട്ടിയില്ലേന്ന് ചോദിച്ചു. രാധയ്ക്ക് സന്തോഷമായില്ലേ, ഇനി അത് ഓടിച്ച് കടം വീട്ടാനുള്ള കാശുണ്ടാക്കാൻ നോക്കാൻ പറഞ്ഞു. ആരാണ് എനിക്ക് വേണ്ടി കാശ് മുടക്കിയതെന്ന് എനിക്കറിയണ്ടേ സാറിന് രാധ ചോദിക്കുമ്പം. അത് കാശ് തിരിച്ചു കൊടുക്കാൻ നേരത്തെ അറിഞ്ഞാൽ പോരേന്ന് ചോദിച്ചു. പോരാ, എനിക്ക് അറിയണം, പക്ഷേ അത് പുറത്ത് പറയാൻ പണം തന്ന ആൾക്ക് താല്പര്യം ഇല്ലെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പോൾ വേദ ഇങ്ങനെ നോക്കുവാണ്, രാധ ഇങ്ങനെ നോക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു അവിടുന്ന് നമ്മുടെ രാധ പോയി. പുറത്തിറങ്ങിയിട്ട് രാധ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി അയ്യേ 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 എന്ന് പറഞ്ഞു നിൽക്കാം. ഇങ്ങനെയുണ്ട് നാണമില്ലാത്ത വർഗങ്ങൾ. അവനും കൊള്ളാം അവളും കൊള്ളാം. കൈ കോരെടുത്ത് വട്ടം കറക്കിയെടുക്കാൻ ഇവനെന്താ സിനിമ നടനോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെയാണെങ്കിൽ ആരും ഇല്ലാത്തപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ നിന്ന് പിച്ചും പേയും പറയാം. അച്ഛനെ കണ്ടിട്ടും അവൻ അങ്ങനെ ചുമന്നുകൊണ്ട് നിൽക്കാനും അവൾ അതേപോലെ തൂങ്ങി കിടക്കാനും. കഷ്ടം, ഇത് പൊന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് ചിന്തിക്കാം. ഇതാരാതെങ്ങാനും അറിഞ്ഞ അല്ല അറിയിക്കല്ലേ ശരിക്കും വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അന്നേരം തന്നെ രാധയെ വിളിച്ചു. അപ്പോൾ നീ ഇതെവിടെ രാധയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ കണക്കിന് പോയി നീ കുറേ ഓടേണ്ടി വരും. എന്താ നന്ദിനെടുത്തി, എന്താ കാര്യം? അല്ല സ്കൂളിൻ്റെ മറ്റു ഓട്ടം ശരിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ശരി, നീ ഇങ്ങനെ മുഴുവൻ സമയം ജോലിയെക്കുറിച്ചും കാശുണ്ടാക്കുന്നതിനെ പറ്റി മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. അവസാനമേ മണ്ണും ചാരം നിന്നവളെ ആണിനെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞതുപോലെ ആകും. എന്താ എടുത്തേ കാര്യം? അപ്പം എടി പൊട്ടി, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയോ നിനക്ക്? ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്ന് നേരത്തെ തന്നെ നിനക്ക് വാണിംഗ് തന്നതല്ലേ അവള് വിക്രമനെയും കൊണ്ടേ പോകുള്ളൂ എന്ന്. ഇപ്പം നീ കണ്ടില്ലേന്ന് ചോദിച്ചു. എൻ്റെ ഏട്ടത്തി കാര്യം പറയാൻ പറഞ്ഞു. ആ സമയത്തതേ വിവരിച്ചങ്ങ് പറഞ്ഞു കൊടുത്തു. പിന്നെ എനിക്കിതൊക്കെ പറയാൻ കുറച്ച് ഉളുപ്പുണ്ട്, എന്നാലും ഞാനത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ അവർ രണ്ടുപേരും ഇങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഇല്ലാത്തപ്പോൾ എന്തൊക്കെയായിരിക്കും. പിന്നെ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നീ കാത്തിരുന്ന് കണ്ടോളാനൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി പേരിപ്പിച്ച് അങ്ങ് പറഞ്ഞു. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ഇച്ചിരി സോപ്പും വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് ഇങ്ങ് പോരേന്ന് പറഞ്ഞു കേട്ടോ. നന്ദിനി എടുത്തി അതെ എന്നോട് ചാടിക്കരട്ടെ, ഒരു കാര്യമില്ലടി മോളെ, ഞാൻ കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. വിക്രമേട്ടന് അവളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ, പിന്നെന്താ ഇപ്പോൾ? എടി ഇഷ്ടമല്ലാത്ത ആളെ കോരി എടുത്ത്
വട്ടം കറക്കിയാണോ വീട്ടിനകത്ത് കൊണ്ടു നടക്കുന്നത്? എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ രാധയോട് പറയുന്നു, രാധയെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. നീ എൻ്റെ അരിയൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് കാത്തിരുന്നവളാണ് ഈ ചേച്ചി, അത് നിനക്കറിയാവല്ലോ. ഇനിയിപ്പോൾ അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്നായി. നിന്റെ വിധി, അല്ലാണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം, അവളുടെ യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ഫോണും അങ്ങ് കട്ട് ചെയ്തു. ദേ അവൾ ഇത്രത്തോളമൊക്കെ എത്തിയെങ്കിലേ അവൾ അവൻ്റെ ഒക്കത്ത് കയറിയിരിക്കും, ഇനി നീ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. നന്ദിനിക്ക് എന്തൊരു മനസുഖമാണോ മതി, ഭയങ്കര മനസുഖത്തിൽ നന്ദിനി അവിടെ ഇരിക്കുക. ഒരു നെടുവീർപ്പൊക്കെ ഇട്ടു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ഒരു ഓട്ടോ വിളിച്ച് വർക്ക്ഷോപ്പിലേക്ക് വരിക. അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് വന്നു, അവിടെ എല്ലാം നോക്കുക കേട്ടോ തൻ്റെ ഫോണ്. അതിലെല്ലാം ഫോൺ നോക്കി. അപ്പോൾ കൂട്ടുകാരിങ്ങനെ വന്ന് നോക്കുന്നു, ഇവരെന്ത് ഈ തപ്പണതെന്ന്. അങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വെച്ചെടുത്ത് തന്നെ ഫോൺ ഇരിപ്പുണ്ട്. ആ സമയത്ത് ഫോൺ കണ്ടതും ഇതും എടുത്തുകൊണ്ട് നമ്മുടെ വിക്രം ഇവരുടെ അടുത്തേക്ക് വന്നു. ഇവരുടെ അടുത്തേക്ക് വന്നപ്പോൾ എന്താണ് വിക്രം, നീ എവിടെയായിരുന്നടാ എന്ന് ചോദിച്ചു. എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, നീ എന്താ നോക്കിയത്, ഇതിവിടെ ഇരുന്നിട്ട് നിങ്ങൾ ആരും ഇതുവരെ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിച്ചു. അതിന് നീ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയാലും ഞങ്ങൾക്കറിയാവുന്ന അനിയൻകുട്ടൻ ചോദിച്ചു. ദേ ഈ ഫോൺ ഇവിടുന്ന് അടിച്ചിട്ട് നീ ശ്രദ്ധിച്ചില്ല, അതിന് ഫോൺ അടിക്കുന്നത് ഞങ്ങൾ കേൾക്കണ്ടേടാന്ന് അവരെല്ലാവരും ചോദിക്കാം. അല്ല അനിയൻകുട്ടൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ലല്ലോ, ഫോൺ പോലും എടുക്കാൻ വരാൻ പറ്റാതെ നീ എവിടെ പോയിരിക്കായിരുന്നു എന്ന് ചോദിച്ചു. വീട്ടിലെന്തായാലും ആരും ഉണ്ടായിരുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം, പിന്നെ എവിടെ പോയതാണെന്നൊക്കെ ഇവർ ചോദിക്കോ. ഹാലറി വിളിച്ചിട്ടും കേൾക്കാതെ പോയിട്ട് കഴുതാ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനെ നോക്കിക്കൊണ്ട് നമ്മുടെ വിക്രം പറയുമ്പോൾ എന്താടാന്ന് ചോദിച്ചു. ഒന്നും ഇല്ല, ദേ വണ്ടിയുടെ ചാവി അവിടെ വണ്ടി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ വിക്രം വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകാൻ നോക്കുക. ആ സമയത്ത് നീ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. നിന്നെ അന്വേഷിച്ചാൽ പുളിക്കൻ ഇവിടെ വന്നായിരുന്നു എന്നും പിന്നെ ശ്രേണി സാറ് നിന്നെ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞെന്നും പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പം നിന്നെ ഉടനെ എന്നെ കാണണമെന്ന് പറഞ്ഞു, അപ്പോഴാണ് ഞാൻ വന്ന് നോക്കിയത്. ശരി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിക്രം പോവുക. ഇവനിത് എങ്ങോട്ട് പോവുക, വല്ലാത്തൊരു സ്വഭാവം. അതും പറഞ്ഞ് അവർ കൂട്ടുകാരവിടെ നിൽക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ വിക്രം ഇങ്ങനെ വരുന്നതും രാധയുടെ വണ്ടി ചേസ് ചെയ്തു വന്ന് നമ്മുടെ വിക്രത്തിനെ തടഞ്ഞു നിർത്തുന്നതും. എന്താ ഇവിടെയെന്ന് ചോദിച്ചു. ഓട്ടോവിനെ കടലിൽ ഓടിക്കാനുള്ളതല്ലല്ലോ എന്ന് രാധ. എന്നെ തടഞ്ഞു നിർത്തിയത് എന്തിനാണെന്നാണ് ചോദിച്ചത്. ഞാൻ മരിച്ചിട്ടില്ലെന്നേ എനിക്കൊന്ന് അറിയിക്കണമെന്ന് തോന്നി എന്ന് രാധ പറയാം. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും കഴിയുന്നവനാണ് നിങ്ങളെന്നേ എനിക്കറിയില്ലായിരുന്നു എന്ന് രാധ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്ന് നിങ്ങളൊന്ന് അടിച്ചോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരിക്കൽ കൂടി വേദയുമായിട്ടുള്ള ബന്ധമില്ലെന്ന് എൻ്റെ മുന്നിൽ കള്ളം പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ വണ്ടിയിൽ നിന്ന് നമ്മുടെ വിക്രം ചാടി അങ്ങ് ഇറങ്ങി. നീ ആരാടി, കുറെ കാലമായി ഞാൻ നിന്നെ സഹിക്കുക, എന്താ നിനക്ക് വേണ്ടതോ നീ പറയാൻ പറഞ്ഞു. നിന്നോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, നീയുമായിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള ബന്ധമില്ല എന്ന്. രാധ അന്തം വിട്ട് വീണ്ടും നോക്കി നിൽക്കുക. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് കുട്ടിക്കാലത്തെ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നും. പക്ഷേ അതിൻ്റെ പേരിൽ നീ എന്നെ ഇങ്ങനെ പുറകെ നടക്കരുതേ. അപ്പം ഞാൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നല്ലേ. അപകടത്തിൽപ്പെട്ട ചോര വന്ന് റോട്ടിൽ കിടന്ന വിക്രമേട്ടനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചു. പെണ്ണ് കേസിൽപ്പെട്ട ഒരാളും ജാമ്യത്തിൽ ഇറക്കാനില്ലാതെ അകത്ത് പോകുന്ന ഉറപ്പായ വിക്രമേട്ടനെ വക്കീലിനെ വെച്ച് പുറത്തിറക്കിയപ്പോൾ ഞാൻ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രാധ പറയുമ്പോൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു വിക്രമേട്ടൻ എങ്ങനെ ഉദ്ദേശിച്ചാലും ശരി. ഇന്നലെ വീടും പൂട്ടിയിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ച് നിങ്ങൾ അവളോടൊപ്പം വീട്ടിൽ കഴിഞ്ഞപ്പോഴേ ഞാൻ പുറത്ത് നെട്ടോട്ട് ഓടുമായിരുന്നു എന്ന് രാധ പറയുക. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ജീവിതമാർഗമായ ഓട്ടോ ഫിനാൻഷ്യർ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. പിന്നെ അത് തിരിച്ചു പിടിക്കാൻ ഞാൻ ഓടി. അത് പറയാനായിട്ട് ഞാൻ നിങ്ങൾ എത്ര തവണ വിളിച്ചെന്നറിയാവോ. അത് പിന്നെ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പച്ചക്കള്ളം നിങ്ങൾ പറയണ്ടാന്ന്, അവളുമായിട്ടുള്ള സഹവാസം കൊണ്ട് നുണ പറയാനും പഠിച്ചല്ലേ എന്നൊക്കെ രാധ ചോദിക്കുക. നന്ദിനിയടുത്തിയുടെ വീട്ടിലേക്ക് പോയൊരു തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ അവരെയും കോരിയെടുത്ത് വട്ടം കറങ്ങുവാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. രാധ ചുമ്മാ സിറ്റുവേഷൻ അറിയാതെ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പം എന്ത് സിറ്റുവേഷനായിരുന്നു വിക്രമേട്ടാ, അടച്ചിട്ട വീട്ടിൽ അവളെയും കോരിയെടുത്ത് വട്ടം കറങ്ങുന്നതിന് വേറെ ഒരു സിറ്റുവേഷനും ഇല്ല ശരിയല്ലേ എന്ന് ചോദിച്ചപ്പം അതെ ഞാൻ അവളുമായിട്ട് ഡുവേറ്റ് പാടി രസിക്കായിരുന്നു, അത് എൻ്റെ ഇഷ്ടം, നീ ആരാടി അതൊക്കെ അന്വേഷിക്കാൻ, നിനക്കെന്താ അവകാശം, അവളെൻ്റെ ഭാര്യ, അവളോടൊപ്പം ഞാൻ അടച്ചിട്ട വീട്ടിലോ തുറസായ റോട്ടിലോ പോയിരിക്കും, അത് എൻ്റെ ഇഷ്ടമാണ്, അത് നിനക്കെന്താ, അത് ചോദിക്കാനേ നിനക്ക് ഓരോ അധികാരവും ഞാൻ തന്നിട്ടില്ല. നിനക്ക് ചിലവായി നിൻ്റെ പണം തിരിച്ചു വേണമെങ്കിൽ നീ പറ. ഹിമാതിരി കണ്ണീർ ഡ്രാമയായിട്ടേ റോഡിൽ തടയാൻ മേലിൽ നിന്ന് പോയേക്കരുതെന്ന് പറഞ്ഞപ്പം ഓഹോ അപ്പം അങ്ങനെയാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതല്ലേ എന്ന് രാധ തിരിച്ചു ചോദിച്ചു. ആർക്ക് വേണം ഇനി നിങ്ങളുടെ പണം, ഇനി ആ കാശുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ മുഖത്തേക്ക് വലിച്ചെറിയുമെന്നും രാധ വിക്രത്തോട് പറയുക. എനിക്കറിയാവുന്ന ഒരു വിക്രം സുധാകരൻ ഉണ്ടായിരുന്നു, അയാൾക്ക് വേണ്ടിയാ ഞാൻ അതെല്ലാം ചെയ്തത്, അല്ലാതെ
ഇപ്പം എൻ്റെ മുന്നിൽ നിന്ന് സ്വയം ന്യായീകരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് രാധ വിക്രത്തോട് പറഞ്ഞു. വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. വിക്രമേട്ടാ ദേ എന്തും വെച്ച് കളിക്കാം, പക്ഷേ ഒരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കരുതെന്ന് രാധ വിക്രത്തോട് പറഞ്ഞു. അതിൻ്റെ തിരിച്ചടിയെ താങ്ങാൻ പറ്റണമെന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ ഓർത്തോളാൻ പറഞ്ഞ രാധ അവിടെ നിന്ന് പോയി. വിക്രം ഇങ്ങനെ അവിടെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ വേദ കിടക്കുവാണ്. അപ്പോഴേക്ക് അമ്മ മുറിയിലേക്ക് വന്നു. മോളേന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നമുക്ക് കാലിന് വേദനയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നല്ല വേദനയുണ്ട് അമ്മേ, നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേദയ്ക്ക് ശരിക്കും വേദനയായി. വിക്രമായിട്ട് വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് ചൂടായതാ. അടിക്കാൻ വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഓടിയതാ. ദേ കിടക്കുന്നു താഴെ. അവൻ അടിക്കാൻ വന്നോ മോളെ? അയ്യോ അമ്മേ, അതങ്ങനെ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ വന്നു കയറിയ സമയത്ത് നിന്നെയും തൂക്കിയെടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതി നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അമ്മയെന്ന് വേദ പറയാട്ടോ. പക്ഷേ സാധാരണഗതിയിൽ ഒരു അടുപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്നേരം അതിപ്പോഴും ആയിട്ടില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു കേട്ടോ വേദ. അങ്ങനെ പറഞ്ഞ് സാധാരണഗതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം അല്ലല്ലോ അമ്മ ഞങ്ങൾ തമ്മിലുള്ളത്. അതാകാം ഒരു പക്ഷേ കാരണമെന്ന് ഇങ്ങനെ വേദ പറയുമ്പോൾ മുറി പുറത്തുനിന്ന് പൂട്ടിക്കിടക്കുമ്പോൾ നിങ്ങൾ അകത്തുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല എന്ന് അമ്മ പറഞ്ഞു. ഞങ്ങൾ അകത്തുണ്ടെന്ന് ഓർക്കാതെ അച്ഛൻ 2 വാതിലും പൂട്ടി പോകുമെന്ന് ഞാനും ഓർത്തില്ല എന്ന് വേദ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വേദയ്ക്ക് വീണ്ടും വേദന. നല്ല വേദന ഉണ്ടോ മോളെ? ഇടയ്ക്ക് കുത്തുന്നത് പോലെ ഒരു വേദന ഉണ്ടമ്മേന്ന് വേദ പറഞ്ഞേ. അപ്പം അമ്മ ഇങ്ങനെ നോക്കുക. എല്ലിന് എന്തെങ്കിലും ഉണ്ടായി കാണും അമ്മേ? ഏയ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പോഴേ നീര് വന്ന് വീർത്തേനെ. ഇത് പിണഞ്ഞു പോയതായിരിക്കും എന്ന് പറഞ്ഞു. ഇത്തിരി തൈലം പുരട്ടി തടവിയാലേ ഒന്ന് ചൂട് പിടിച്ചാൽ ഓക്കെ ആയിക്കോളും, പെട്ടെന്ന് മാറിക്കോളും എന്ന് പറഞ്ഞ് അമ്മ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം. അപ്പം അമ്മ അങ്ങോട്ട് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കുമ്പോൾ വർഷ അങ്ങോട്ടേക്ക് വരുന്നു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് സോപ്പിട്ട് കാര്യം നടത്തിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു കോഫിയൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. നീ എന്താ ഇതുവരെ കിടന്നില്ലേ എന്ന് ചോദിച്ചു. ഇതെന്താ ഇത്ര തിരക്കിട്ട് നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കമ്പനിയിലെ തിരക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ഭയങ്കര സോപ്പിട്ട് നമ്മുടെ വർഷ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുക. അതായത് അച്ഛന് വയ്യാതായി, ഇനിയിപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം നിൻ്റെ അച്ഛനതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കാര്യമല്ല ഇവിടുത്തെ അച്ഛൻ്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ സ്വത്ത് നൈസായിട്ട് അടിച്ചെടുക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ചേച്ചി ഇങ്ങനെ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തും അതുപോലെ ശ്രീകാന്തിൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നിടത്തും പിന്നെ ഇനി വേദയെ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ലെന്ന് പറഞ്ഞ് ഒരിതിലും അതുപോലെ തന്നെ വേദ ഇനി വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് ഇരുന്നുകൊണ്ട് ഇവിടുത്തെ അവകാശം ചോദിച്ച് കയറി വരുമെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ അവനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവനിതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്തും നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. സി യു, ടാറ്റാ.